കേരളത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ താങ്കളൊന്ന് മാതൃകയായിട്ട് കാണിക്കേ. ഞങ്ങൾ ബി ജെ പിക്കാർ ഭരിച്ച് ഇന്റർനാഷണൽ ലെവലിലേക്ക് മാറ്റിയ ഒരു സംസ്ഥാനമാണ് ഇതൊന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരു സംസ്ഥാനം താങ്കൾ കാണിക്കും. വെല്ലുവിളിക്കുന്നു. നമസ്കാരം. അതെ, നമ്മുടെ കേരളത്തിന്റെ BJPയുടെ പ്രസിഡന്റിന്, അധ്യക്ഷന് നമ്മൾ ഫ്രീ ആയിട്ട് ഒരു അഡ്വൈസ് കൊടുക്കാൻ പോവാ. ഒന്ന് കേട്ടോ. ഞാൻ ഏറെ ബഹുമാനത്തോട് പറയുന്നു, മോനെ വിട്, വികസനത്തിനെ കുറിച്ച് ചർച്ച ചെയ്യും. അതാണ് ജനങ്ങളുടെ ആവശ്യം. ശരി, ഞങ്ങളും ഏറെ ബഹുമാനത്തോടു കൂടി താങ്കളോട് പറയുന്നു, ഈ പറഞ്ഞ ഡയലോഗ് താങ്കളുടെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരോടൊന്ന് പറഞ്ഞേക്കണം. അതായത് വർഗീയതയും മതഭ്രാന്തും പറയാതെ വികസനത്തെക്കുറിച്ച് മാത്രം പറഞ്ഞ് വോട്ട് പിടിക്കൂ എന്ന് നിങ്ങളുടെ അടുത്തിരിക്കുന്ന, ദൂരെങ്ങും പോകണ്ട, വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്ന ശ്രീലേഖയോടും ഒപ്പം തന്നെ ഗുരുവായൂരിൽ മത്സരിക്കുന്ന ഗോപാലകൃഷ്ണനോടും അതുപോലെ ചിന്തിക്കുന്ന കുറച്ച് ആളുകളും നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. അവരോട് ഈ ചാനൽ മുഖേന ഈ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾ രഹസ്യമായിട്ടെങ്കിലും വിളിച്ച് അവരോട് പറയണം കേട്ടോ. ഇനി അതിന് തെളിവ് വേണം. അങ്ങനെ പറയണമെങ്കിൽ തെളിവ് വേണമെങ്കിൽ ഇന്നാ കണ്ടോ. ആദ്യം താങ്കൾ പറഞ്ഞു കൊടുക്കേണ്ടത് താങ്കളുടെ പാർട്ടിയിലെ മുതിർന്ന നേതാവ് ഗോപാലേട്ടൻ, ആ ഡയലോഗ് ഒന്ന് പറഞ്ഞേ. ഒരു ഹിന്ദു MLA ഇടതും വലതും നിർത്തിയിട്ടില്ല. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണോ ഗുരുവായൂർ? എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഇല്ല? എങ്ങനെയുണ്ട്? ഇതാണോ വികസനം? തീർന്നില്ല, അടുത്തൊരാൾ കൂടിയുണ്ട്. അത് ഇന്നലെ റിലീസായതാണ് കേട്ടോ, അതുകൂടെ കേട്ടോ. പണ്ട് നമ്മൾ കുറച്ചു നാൾ മുമ്പ് കേരളത്തിന്റെ DGP ആയിരുന്ന ഒരു സ്ത്രീ, അവർ ഈ രീതിയിലൊക്കെ പറയണമെന്ന് പറഞ്ഞാല് ഇതുകൂടെ കേട്ടിട്ട് ബാക്കി ഞാൻ പറയാം. ഇത് കൊണ്ടൊന്ന് കണ്ടോ. ലവ് ജിഹാദ് കേരളത്തിൽ നിലവിലുണ്ട്, കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ വേറൊരു ലേഡി BJP നേതാവ് കൂടി ഇന്നലെ വന്നിട്ട് പറയുന്നു ലവ് ജിഹാദ് മാത്രമല്ല ലാൻഡ് ജിഹാദും ഉണ്ടെന്ന്. അപ്പൊ ഒരു കാര്യം ചോദിക്കുകയാണ് നമ്മുടെ BJP അധ്യക്ഷനോട്, താങ്കളല്ലേ പറഞ്ഞത് മറ്റൊന്നും സംസാരിക്കേണ്ട, വികസനത്തെ കുറിച്ച് മാത്രം പറയാൻ? പക്ഷെ ഇവരെന്താണ് വികസനത്തെ കുറിച്ച് പറയാതെ വർഗീയതയെ കുറിച്ച് പറയുന്നത്? മനസ്സിലാവുന്നില്ല. അതായത് രാജീവേട്ട, വികസനത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നിങ്ങൾ വികസനത്തിനൊരു മാതൃകയാവണം, അല്ലെ? സ്വാഭാവികമായും അങ്ങനെയാണല്ലോ. നമ്മളൊരു കാര്യം ചെയ്ത് കാണിച്ചിട്ടാണല്ലോ മാതൃകയാക്കി കാണിക്കേണ്ടത്. കേരളത്തിന്റെ മുകളിൽ ഇതിന് മുകളിൽ ഒരു വെടി എന്ന് പറയുന്ന പോലെ കേരളത്തിന്റെ മുകളിൽ വെക്കാവുന്ന, നിങ്ങൾ 10-30 വർഷമായിട്ട് ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ ഒരു വികസനത്തെ കുറിച്ച് ഞങ്ങളോടൊന്ന് പറയും. അത് കാണിക്കും. കേരളത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ താങ്കളൊന്ന് മാതൃകയായിട്ട് കാണിക്കേ. ഞങ്ങൾ ബി ജെ പിക്കാർ ഭരിച്ച് ഇന്റർനാഷണൽ ലെവലിലേക്ക് മാറ്റിയ ഒരു സംസ്ഥാനമാണ് ഇതൊന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരു സംസ്ഥാനം താങ്കൾ കാണിക്കും. വെല്ലുവിളിക്കുന്നു. നിങ്ങൾ ഭരിക്കാത്ത കേരളത്തിന്റെ മുകളിൽ വെക്കാവുന്ന ഒരു ക്വാളിറ്റിയുള്ള സംസ്ഥാനം കാണിച്ചു തന്നിട്ട് പറയൂ, ആ കാണുന്നതാണ് ഞങ്ങൾ ഭരിച്ച് നന്നാക്കിയെടുത്ത, അല്ലെങ്കിൽ ഭരിച്ച് വേൾഡ് ലെവലിലേക്ക്, സ്റ്റാൻഡേർഡിലേക്ക് മാറ്റിയ സംസ്ഥാനം ഇതാണ് എന്നൊന്ന് പറയാമോ? അതൊരു വെല്ലുവിളിയായിട്ട് എടുക്കുകയാണ്. പറ്റില്ല? പറ്റുമെങ്കിൽ പറ. ശരി, രണ്ടാമത്തെ കാര്യം, ഇനി വികസനത്തെ കുറിച്ച് താങ്കൾ പറഞ്ഞല്ലോ. കേരളത്തിന് ഇനി എന്ത് തരം വികസനം വേണ്ടെന്നറിയോ? കേരളത്തെ കമ്പയർ ചെയ്യുന്നത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുമായിട്ടല്ല, വേൾഡ് ലെവലിലുള്ള രാജ്യങ്ങളുമായിട്ടാണ് നമ്മളെ കേരളത്തെ കമ്പയർ ചെയ്യുന്നത് ഇതുവരെ. അതായത് BJP ഭരിക്കാത്ത സംസ്ഥാനമാണല്ലോ കേരളം. സോ നമ്മൾ, അല്ലെങ്കിൽ ലോകം കമ്പയർ ചെയ്യുന്നത് മറ്റ് അമേരിക്കൻ, യൂറോപ്യൻ രാഷ്ട്രങ്ങളുമായിട്ടാണ്. ഓക്കെ, ഇനി മറ്റൊരു വിഷയം പറയാം. ഇപ്പോ എന്തുകൊണ്ടാണ് ഇവർ ഈ വികസനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റു നന്മകളെ കുറിച്ചോ BJPയുടെ സ്ഥാനാർത്ഥികൾക്ക് പറയാൻ പറ്റാത്തത്? പറയാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ വികസനത്തെക്കുറിച്ചോ നന്മകളെ കുറിച്ചോ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ശ്രീലേഖ ചേച്ചിയും ഗോപാലേട്ടനും ഒക്കെ വർഗീയത പറയുന്നത്. ഗുരുവായൂരിലെ കാര്യം എടുക്കാം. അദ്ദേഹം ഒരു ബോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ്. 1977 മുതലുള്ള MLA മാർ മുസ്ലിം പേരുകളാണ്.
അതിനു മുമ്പും ഹൈന്ദവ സഹോദരങ്ങൾ അവർ ഭരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 77 മുതലുള്ള ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഗുരുവായൂർ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ അവിടെ നടന്നിട്ടുണ്ടോ? ഒന്നുമില്ല. വളരെ സ്നേഹത്തിൽ ഗുരുവായൂരിലെ ജനങ്ങൾ അവരുടെ മനസ്സിൽ പോലും അവരാണ് അവർ ജയിപ്പിക്കുന്നത്. അവിടെ മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ജയിപ്പിക്കുന്നത് ആരാ? ഗുരുവായൂരിലെ ജനങ്ങള്. ഭൂരിപക്ഷം കൊടുക്കുന്നത് ആരാ? ഗുരുവായൂരിലെ ജനങ്ങള്. അവരെയാണോ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് വർഗീയത അവരുടെ മനസ്സിൽ കുത്തി നിറയ്ക്കാൻ നോക്കുന്നത്? വില പോകില്ല ഗോപാലേട്ടാ, ഇത് കേരളമാണ്. താങ്കൾ കഴിഞ്ഞ ഇലക്ഷനിൽ തൃശ്ശൂരിൽ വന്നിട്ട് ഡയലോഗ് ഇറക്കിയായിരുന്നല്ലോ. തൃശ്ശൂരിലെ ആളുകൾ മുഴുവൻ കടകൾ മുഴുവൻ മുസ്ലിങ്ങളുടെയാണ്, അവർ ഇവിടൊക്കെ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ട് പുല്ല് വില കൽപ്പിച്ചോ താങ്കൾക്ക്? എന്നിട്ട് മനസ്സിലായില്ലേ വീണ്ടും വർഗീയതയായിട്ട് വന്നിരിക്കുന്നു? ചേട്ടാ, ഇത് കേരളമാണ്, നിങ്ങൾ മനസ്സിലാക്കൂ. അപ്പോ ഗുരുവായൂരിലെ ജനങ്ങളെ നിങ്ങൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യണ്ട കേട്ടോ. അവിടെ വർഗീയതയില്ല, അവരുടെ ഇടയിൽ വർഗീയതയില്ല. നമുക്കറിയാം, നമ്മളൊക്കെ ബഹുമാനിക്കപ്പെടുന്ന ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം. അവിടെ ഇത്രയും ഈ 77 മുതലുള്ള ഭരണത്തിന്റെ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ അവിടെ വന്നിട്ടുണ്ടോ? താങ്കൾ പറഞ്ഞല്ലോ ഭയങ്കര പരിശുദ്ധമായ അമ്പലം നിൽക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ട് ഹിന്ദു സ്ഥാനാർത്ഥി ജയിക്കണമെന്ന് താങ്കൾ പറഞ്ഞല്ലോ. ഇത്രയും നാളും അവിടെ ഹിന്ദുവോ മുസ്ലിമോ ഒക്കെ ഭരിച്ചിട്ട് MLA ആയിട്ട് വന്നിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ അവിടെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാവില്ല. എന്താണ്? അവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ വർഗീയത ഇല്ല താങ്കളെ പോലെ. അവിടെ സ്നേഹവും സൗഹാർദ്ദവും മനുഷ്യ സൗഹാർദ്ദവും ഒക്കെ കെയറിങ്ങും ഷെയറിംഗ് ഒക്കെ ഉള്ള ആളുകളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വർഗീയത അവിടെ വില പോകില്ല. മെനക്കെടണ്ട. അത് ഇലക്ഷൻ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് ശ്രീലേഖയിലേക്ക് വരാം. അവർ അവിടുത്തെ വട്ടിയൂർക്കാവില് കാൻഡിഡേറ്റ് ആണ്. വികസനത്തെ കുറിച്ച് പറയാനില്ലേ ചേച്ചി? ഒന്നുമില്ലെങ്കിലും കുറച്ച് വിദ്യാഭ്യാസം ഉള്ള ഒരു ലേഡിയാണല്ലോ താങ്കൾക്ക് ഈ വർഗീയത അല്ലാതെ മറ്റൊന്നും പറയാനില്ലേ? വികസനത്തെ കുറിച്ച് പറയൂ, പാവങ്ങളെ സഹായിക്കുന്നതിനെ കുറിച്ച് പറയൂ, തൊഴിലിനെ കുറിച്ച്, അവർക്ക് ഭക്ഷണത്തെ കുറിച്ച്, രോഗങ്ങളെ കുറിച്ച്, ആശുപത്രികളെ കുറിച്ച്, അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതൊക്കെ സംസാരിക്കൂ. ഈ ഔട്ട് ഓഫ് ഫാഷൻ ആയി പോയ സുപ്രീം കോടതി പോലും ഇല്ലെന്ന് പറഞ്ഞ, പാർലമെന്റ് പോലും അമിത്ഷാ, നിങ്ങളുടെയൊക്കെ നേതാവ് അമിത്ഷാ ഇല്ല എന്ന് പറഞ്ഞ ലവ് ജിഹാദും ലാൻഡ് ജിഹാദും ഒക്കെ ഇവിടെ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ മെനക്കെട്ടിട്ട് ഒരു കാര്യമില്ല. സീരിയസ്ലി പറയാണ്, അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയി പോയി. അതൊന്നും ഇവിടെ ആരും എടുക്കത്തില്ല. ജനങ്ങൾ പുച്ഛത്തോടെയാണ് തള്ളുന്നത്. കുറച്ചു നാൾ മുമ്പ് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറങ്ങിയപ്പോൾ കുറെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഏറ്റുപിടിച്ചായിരുന്നു. പക്ഷെ അവർക്ക് മനസ്സിലായി യഥാർത്ഥത്തിൽ, അവർക്ക് ഇപ്പോഴും മനസ്സിലായി എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞ് അവരെ പിരികേറ്റിയതെന്നും അവന്റെ പരിണത ഫലം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ആരെങ്കിലും അത് വിശ്വസിക്കൂ? ലവ് ജിഹാദും ലാൻഡ് ജിഹാദൊന്നും ഒക്കെ ഉണ്ടാക്കിയെടുത്ത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. സത്യത്തിൽ ഞങ്ങൾ മലയാളികളോട് ഇങ്ങനൊന്നും പറയല്ലേ. ഞങ്ങളൊന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. കാരണം ഞങ്ങൾ മലയാളികൾ ഇവിടെ ഹൈന്ദവനോ ക്രൈസ്തവനോ മുസ്ലിമോ മതമില്ലാത്തവനോ ഉള്ളവനോ ഒക്കെ എല്ലാവരും ചേർന്നുകൊണ്ട് ജീവിക്കുകയല്ലേ. ഈ നാട്ടിൽ വന്നിട്ട് വർഗീയത പറഞ്ഞാൽ കുറച്ചുപേരൊക്കെ കേൾക്കും. അത് ഈ വിവരവും വിദ്യാഭ്യാസവും ലോകപരിചയവും ഇല്ലാത്ത ചില ആളുകളുടെ ബ്രെയിനിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കടത്തിവിട്ടാൽ അതവർ കേട്ട് വിശ്വസിച്ചു പോകും. പക്ഷേ വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകൾ കൂടുതൽ കേരളത്തിലുണ്ട്. 96% വിദ്യാഭ്യാസത്തിന്റെ റേറ്റ് എന്ന് പറയുന്നത് അറിയാം. സോ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് വോട്ട് പിടിക്കാൻ നടക്കാതെ വികസനത്തെ കുറിച്ച് പറയൂ, നന്മയെ കുറിച്ച് പറയൂ, നാളെയുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് പറയൂ. ഇതൊരു അഡ്വൈസ് ആയിട്ട് എടുത്താൽ മതി. ഒപ്പം തന്നെ എനിക്ക് നമ്മുടെ രാജീവേട്ടനോട് പറയാനുള്ളത്, രാജീവേട്ടൻ ആദ്യം പറഞ്ഞ കാര്യം, നിങ്ങൾ വികസനത്തെ കുറിച്ച് സംസാരിക്കൂ. ആ വികസനത്തെ കുറിച്ച് സംസാരിക്കേണ്ടത് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങളുടെ പാർട്ടിൽ തന്നെയുള്ള ആളുകളോടാണ്. ദയവായി അത് പറഞ്ഞു കൊടുത്ത് അവരെ പഠിപ്പിച്ചതിന് ശേഷം ഈ ഒരു മത്സര രംഗത്തേക്കോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്ക് ഇറക്കി വിടുക. നന്ദി.